ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിൽ കയറിയിരിക്കുകയാണ്. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് ഇനി സിലിഗുരിക്ക് പുറം 100 കിലോമീറ്റർ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കിലോമീറ്ററിന് ഇച്ചിരി വ്യത്യാസം വന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ സിലിഗുരിയിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സിലിഗുരി തൊട്ടടുത്താണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. യെസ് ഗൈസ്, നോക്കൂ, ഇന്നലെ നമ്മൾ വന്നതാണ്. ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയി. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കിലോമീറ്ററോളം നീളിൽ പോയിട്ട് ബെൽറ്റ് മേടിച്ച് വന്ന് വത്സഞ്ചാരനെ വിളിച്ച് അമിത് അങ്ങനെ ആദ്യമായിട്ട് വണ്ടിയുടെ ബെൽറ്റ് മാറി. അല്ല, വർഷങ്ങളായിട്ട് ഞങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അവനിപ്പോൾ ഒരു പ്രാക്ടീസായി. ഞങ്ങൾ വിചാരിച്ചാൽ നല്ല രീതിയിൽ അവന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. മെക്കാനിക്കൽ പാസ്, അതെ, ക്വാളിറ്റി പാസ്. ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളൊരു കമ്പനിയുടെ വലിയൊരു പമ്പിലാണ്. അപ്പോൾ വണ്ടിയുടെ പണിയും കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ AC വർക്ക് ചെയ്യത്തില്ല, കാരണം AC കംപ്രസറിലേക്ക് പോകുന്ന കംപ്രസർ ഇതിൻ്റെ ക്ലച്ച് അതിന് എന്തായാലും അമിത പോയ ക്ലച്ച് കത്തിപ്പോയി. പിന്നെ അത് കൂടാതെ അതിപ്പം 3ലേക്ക് കൊടുത്തൊരു ബെൽറ്റ് ആയിരുന്നു, അത് മാറ്റി കമ്പനിയിൽ പോയിട്ട് ID 10-20 അങ്ങനെ പറഞ്ഞൊരു ബെൽറ്റ് വാങ്ങിച്ചു. ആ ബെൽറ്റ് ലാസ്റ്റ്, അതായത് ഫാൻ ബെൽറ്റിൽ നിന്ന് പവർ സ്റ്റിയറിംഗ് മോഡിലേക്കുള്ള അടുത്ത ബെൽറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ വണ്ടി നിർത്തിയാക്കുന്നത്. അതായത് നമ്മൾ 2 വർഷം എല്ലാത്തിനും കാണും. അതായത് കമ്പനിയുടെ സാധനം അൾട്രൈ ചെയ്തപ്പോൾ ഞങ്ങളോട് നിലനിർത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൂട്ട് പണി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വണ്ടി നേരെ മുന്നോട്ട് പോകണം. നമ്മൾ മനസ്സിൽ കണ്ടാണ് നമുക്ക് 410 രൂപയുടെ ബെൽറ്റും വാങ്ങിയിട്ട് നമ്മൾ 620 കമ്പനി ബെൽറ്റിന് ശരി 620. അതായത് നമുക്ക് നല്ല രീതിയിൽ മഴയായിരുന്നു ഇന്നലെ ഇവിടെ വന്നപ്പം. ഇന്നലെ വെളുപ്പിനെ വന്ന് കിടക്കുന്നതാണ്. പക്ഷേ ഒടുക്കത്തെ മഴയാണല്ലോ, ഒടുക്കത്തെ ചൂടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇന്നിങ്ങനെ സംഭവം സംഭവിച്ചു. രാവിലെ ഞാൻ കാല് കൊടുത്ത് റേസ് ചെയ്താണ്, അപ്പോഴാണ് പൊട്ടിയത്. പിന്നെ ഒരു ദിവസം ഇവിടെ ആയിപ്പോയി. ഇനി എന്തായാലും സാരമില്ല, നമ്മൾ നേരെ സിലിഗുരിക്ക് പോവുകയാണ്. ഷോപ്പിലേക്കാണ് പോകുന്നത്. നമ്മുടെ AC-യും അതുപോലെ തന്നെ നമ്മൾ ആൾട്ടർനേറ്റീവും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ ടൗൺ ആണ് സിലിഗുരി. അവിടെ AC-യും കാണും. AC-യുടെ കാര്യം എനിക്ക് ഡൗട്ടാണ്. ഉണ്ട്, ഞാൻ നോക്കി. ഇന്നലെ അപ്പൻ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ലിബിനോട് പറയാം, എന്നെ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല. ഗൈസ്, അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോവും. ബിഗ് ബോസ് വീടാ. അതെ, പിണങ്ങി പോയത് തന്നെ. എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാ സീരിയല് കാണണം, നീ ഭക്ഷണം വെക്കണം, പിന്നെ എനിക്ക് OTT പ്ലാറ്റ്ഫോം മൊത്തം ഞാൻ പറയട്ടെ, ഉള്ള OTT പ്ലാറ്റ്ഫോം മൊത്തം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ആദ്യം സി, അത് കഴിഞ്ഞ് ഹോട്ട്സ്റ്റാർ, ഇതിൻ്റെ അകത്തെല്ലാം പിന്നെ സീരിയലൊക്കെ കണ്ടിട്ട് ഒരു കഥയാ. പിന്നെ ഇന്നലെ പിന്നെ കയറ് കിട്ടിയിരുന്നു, ആടിനെ കെട്ടാൻ. ഇന്നലെ ആടിനെ കെട്ടാൻ കയറ് കിട്ടിയിരുന്നു. പിന്നെ പട്ടത്തിന്റെ നൂല് പൊട്ടിപ്പോയി. അപ്പൊ അതാണ് സംഭവം. നോട്ടിഫിക്കേഷൻ ഭക്ഷണം വെക്കണം, എനിക്കൊരു കൊച്ചിനെ നോട്ടിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പന്റെ ബെഡേ കയറിയിട്ട് മൂത്ര വെച്ചെന്ന് പറഞ്ഞ് കൊച്ചിനെ ഇറക്കി വിട്ട ആളാണ് അപ്പൻ. അപ്പനാണ് കൊച്ചിനെ നോക്കുന്നത്. ഇന്നലെ അപ്പം പറയാണ് നോട്ടിഫിക്കേഷൻ വന്നു, എന്നെ മാത്രം പിടിച്ചു, എന്നെ ചതിച്ചു. അവനും അഭിരാമയും അമ്മയും കൂടെ എന്നെ ചതിച്ചു. ഞാനവിടെ നോക്കിക്കോ. ഇതന്നെ അപ്പ ഓടി വന്ന ഫോണിൽ കാണിക്കുക. ബാഗ്യത്തെ ഓടി വന്ന സമയത്ത് അപ്പൻ്റെ വീഡിയോ ആണ് പ്ലേ ആകുന്നത്. അപ്പന് പറയാൻ പറ്റുന്നില്ലല്ലോ. യെസ്, അപ്പം നമ്മൾ കിടക്കുന്ന കമ്പനി പമ്പിലാണ്. കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. भैया सिक्किम का रास्ता अच्छा है? वो रास्ता भी अच्छा नहीं है, जितना भी उधर पहाड़ी का रास्ता है, ऊपर से बादल फट रहा है, ऑटोमेटिक बारिश गिर रहा है, गिर गया ऑटोमेटिक बारिश। इधर इतना बारिश नहीं है, लेकिन उधर में उतना पानी आ रहा है पूरा से। अभी गाड़ी उधर जाएगा नहीं है? ये गाड़ी में थोड़ा रिस्क हो जाएगा। इसका अब मैं जाएगा ज्यादा प्रॉब्लम आएगा? उधर अभी जाना है तो आपको प्राइवेट गाड़ी लेके जाना पड़ेगा वहाँ का, हमारा गाड़ी में नहीं जाएगा। ओके भैया, थैंक यू भैया. ओ भैया എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സിക്കിം
ലോട്ട് പോട്ട് പോകാൻ പറ്റൂല, അവിടെ മണ്ണും മറ്റേത് ഉരുളും പൊട്ടിയിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി അവിടുന്ന് വെള്ളം ഫുള്ള് ഒലിച്ച് വരുക, മണ്ണും. എന്നോട് നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കല്ല് ഭയങ്കരമായിട്ട് റോഡിലോട്ട് വീഴും, അപ്പൊ സൂക്ഷിക്കണം. മലേരിയ അല്ലേ, അത് കാരണം തന്നെ. പിന്നെ ഇവിടുത്തെ ആക്കാ ഉധർ सिक्किम में शॉप है, होटल है उधर, अभी बंद है, क्या है बंद करेगा, बारिश आएगा पूरा बंद है. उधर सभी अभी बंद है. ഇത് പമ്പിന്റെ ബേക്കിൽ ചെറിയ ഫംഗ്ഷനും പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയുള്ള സംവിധാനം. അതായത് കമ്പനി പമ്പാണ്. ഇത് കമ്പനി പമ്പാണ്, ഭാരത് പെട്രോളിയം ഡയറക്റ്റ് നടത്തുന്ന ഒരു പമ്പാണ്. ഇവിടെ കുറേ പ്രത്യേകിച്ച് ഇവിടെ ധാബയുണ്ട് സാധാരണ വണ്ടിക്കാർ കഴിക്കാൻ വേണ്ടി. ഇവിടെ 150 രൂപയ്ക്ക് പിന്നെ ബെഡ്റൂം, അതായത് റൂം കിട്ടും. പിന്നെ അതിൽ ധാബയുണ്ട്, ലോണ്ടറി ഉണ്ട്, പിന്നെ മുടി വെട്ടുന്ന സ്ഥലമുണ്ട്, ഗ്രോസറി ഉണ്ട്, ഗ്രീസ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഇത് നോക്കി ഇവരെല്ലാം ട്രഡീഷണൽ ആയിട്ട് പണ്ട് കാലങ്ങളിൽ മുതലേ വണ്ടിക്കാർ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി, അതായത് പോകുന്ന വഴിയിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്ന പരിപാടി. ഇതുണ്ട് ഇവിടെ എല്ലാം. ഇവിടെ ഗ്രീസ് അടി, ഇവനെ ഗ്രീസ് അടിക്കില്ല കേട്ടോ, ഇവന്റെ കിളി പറഞ്ഞു നമ്മുടെ. അതായത് ഇന്നലെ ഞാൻ ഇവരായിട്ട് കുറെ സംസാരിച്ചു, ഈ റെസ്റ്റോറന്റ് ഓണറുമായിട്ട്. അതായത് ഈ ഡ്രൈവർമാർക്ക് വെജ് മീലിന് 70 രൂപയേ ഉള്ളൂ, സോ AC ചെലവാണെങ്കിൽ അത് 200 രൂപ ആവും. ഇത് 25 കോടിയുടെ മിഷൻ കർണാടകത്തിൽ നിന്ന് വന്നതാട്ടോ. ഈ കാണുന്ന മിഷൻ മിസോറാമിലേക്ക് പോകാനുള്ള അല്ലടാ. മിസോറാമിൽ ഇത് കൂടെ 4 എണ്ണം ഉണ്ടായിരുന്നു. ആ 4 എണ്ണത്തില് 3 എണ്ണം പോയി. ഇനി ലാസ്റ്റ് വന്നിരിക്കുന്ന വ്യക്തി ഇയാള് മാത്രമേ ഉള്ളൂ. ഓ ഹൈബ്രിഡ് ആട്ടോ. ഇതിന്റെ ഡ്രൈവറിന് എത്ര കൂലി? ഇലക്ട്രിക്കൽ ആൻഡ് ഡീസലാടാ, രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള സാധനം ഇത്. ഡ്രൈവർമാർക്ക് ഭക്ഷണം വെക്കാനുള്ള കിച്ചൺ ആട്ടോ. നമ്മുടെ കയ്യിൽ ഗ്യാസ് സ്റ്റവും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം വെക്കാം. ഇവിടെ പാത്രം കഴുകാം, ഇതുണ്ടോ, ഇവിടെ കുത്തി വെക്കാം. ഇവിടെ വെക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗനസമ്മതം മാത്രം, വേറൊന്നും സമ്മതിക്കില്ല. അതായത് നമുക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്യണമെങ്കിൽ ഇതേപോലെ സ്ഥലത്ത് വരാം. ഇത് മാത്രമല്ല ഇവിടെ കുറേ ഫെസിലിറ്റി ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചില്ല. ഇതിനെ നീ എന്നെ എങ്ങോട്ട് പോയത്? സാറ്റ് കളിക്കാൻ പോവാ? സാറ്റ് കളിക്കാനല്ല, ഞാൻ വന്നിട്ട് നീ അതിലെ കയറിപ്പോയി. ഞാൻ ബേക്കിൽ കൂടെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. നീ സൂപ്പർ ഫാസ്റ്റ് ആണ്, ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പാണ്. ആ സംഭവമാണ്. ദൈവമേ, ഇന്നലെ നിനക്ക് 140 കിലോമീറ്റർ കൂടുതൽ ഓടാൻ പറ്റൂല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഞങ്ങൾ വണ്ടിയുടെ ബെൽറ്റ് മേടിക്കാൻ ഇതേപോലത്തെ ഒരു വണ്ടിയിലാണ് പോയത്. അവൻ ഞങ്ങളെ എണ്ണ വരപ്പിച്ചു, പക്ഷേ നല്ലവനായിരുന്നു. അവൻ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിൻ്റെ അത് യാത്ര ചെയ്യാൻ. അവരുടെ ഫ്രണ്ട് ഫോട്ടോ എടുക്കണോ? ഇത് അണ്ണൻ. അണ്ണയുടെ പേരെന്നെ? രാജ ആറുമുഖം. എത്ര വർഷമായിട്ട് വണ്ടി ഓട്ടുന്നത്? 97. 1997. ഈ പുള്ളി ട്രെയിലർ ഇതൊക്കെ എന്നാ சொல்லுது? என்ன വീല്? ലോ ബെഡ്. എത്ര ടയർ? 26. അങ്ങനെയുള്ള 26 മേലേക്കുള്ള വോൾവൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. എല്ലാം വലിയ വണ്ടിയാണ്. ഒരു മിഷനാണ്, അതായത് ഒരു മിഷൻ. പിന്നെ ഇവിടുന്ന് ലോങ്, അതായത് മിസോറാം, കർണാടകയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് കഞ്ചിക്കോടിൽ നിന്ന് കുറെ വണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പം കർണാടക, ബാംഗ്ലൂർ. അണ്ണൻ ബാംഗ്ലൂരുകാരനാണ്. അപ്പോൾ അണ്ണനെ കാണാൻ വേണ്ടി പറ്റി. ഇതാണ് അണ്ണൻ്റെ വണ്ടി. അണ്ണൻ സൈഡാക്കിയിട്ട് വൈറ്റല്ലേ പോവുള്ളൂ. യെസ്, അണ്ണൻ ഇവിടെ സൈഡാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലവരായ അന്യസംസ്ഥാന RTOമാർ അണ്ണനെ നന്നായിട്ട് സ്വീകരിക്കുന്നതിന് അണ്ണൻ ഇപ്പോൾ ഒതുക്കി വെച്ചേക്കാണ്. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയാണ് ഫൈൻ. 10,000 ഉള്ളൂ. 1.5 ലക്ഷം രൂപ. അപ്പോൾ RTOനെ നോക്കി വേണം പോലും വണ്ടി ഓടിക്കാൻ വേണ്ടി. 1 ലക്ഷം 1.25 ലക്ഷമൊക്കെയാണ് ഇതിന്. ഓവർ വെയിറ്റ്, സൈസ് വ്യത്യാസത്തിനൊക്കെ ഫൈൻ. പുറത്തു പോകുന്നില്ല ഇവനെ, അപ്പൊ ചോദിക്കുന്നതാണ് ഫൈന്. അവിടെ കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ പോലത്തെ സംവിധാനമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ വാഷ്റൂം ഉള്ളിലൊരു 12 എണ്ണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലോണ്ടറി ഉണ്ട്. പിന്നെ ഹെയർ കട്ടിങ് സംവിധാനമുണ്ട്. ഇത് ധാബ. അങ്ങനെ ഒരുവിധപ്പെട്ട വേണ്ട എല്ലാ പരിപാടികളുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ ഒരു 3 രൂപ 4 രൂപ കുറഞ്ഞ് വേണം ഇവിടെ ഡീസലും കിട്ടും. കാരണം ആ പമ്പിൽ നിന്ന് അടിച്ചിട്ട് കുറച്ച് ഇപ്പുറത്ത് ടാങ്കിൽ നിന്ന് ഊറ്റി അവർ വേണം നമുക്ക് തരും. അത്ര സ്നേഹമുള്ളവരാണ്. അടിക്കണം വണ്ടീനകത്ത് ഒഴിച്ചും തരും ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികൾ സർക്കസുകളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും മടിക്കേണ്ട, നമുക്ക് നേരെ സിലിഗുരിക്ക് പോകാം, വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യാം. സിലിഗുരി എത്തിയതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. കാരണം ഇവിടുന്ന് കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു സിക്കിമിലെ റോഡ് അടച്ചിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതവിടെ ചെന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം, അതായത് എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ നമ്മൾ ഡാർജിലിംഗ് സിക്കിം, അല്ലെങ്കിൽ നമ്മൾ സിലിഗുരി ടു ആസാം, നാഗാലാൻഡ്, അരുണാചൽ, മണിപ്പൂർ, മിസോറാം, അതുപോലെ മേഘാലയ, ത്രിപുര, ഇത്രയും സംസ്ഥാനങ്ങളിൽ പോകുന്നതാണ്. ഒരേ വായിൽ ഒരേ കാര്യം വന്നില്ല. അപ്പൊ ഇന്നത്തെ കാര്യം ഐശ്വര്യം പ്രധാനപ്പെട്ട ആയിരിക്കും കേട്ടോ. കാശൊന്നും കൂടുതൽ പോലെ ടൈറ്റ് വന്നാത്ത സമയം വിടാം. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്കൊന്ന് സിലിഗുരിയാണ് നമ്മൾ ലക്ഷ്യം. ഒരു റേഞ്ചോ ഒരു സാധനമില്ലാത്ത സ്ഥലമാട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ലോറികൾ ഒതുക്കുന്ന സ്ഥലമായതിനാൽ ഞങ്ങൾ ഒതുക്കി നല്ല രീതിയിൽ കുളിക്കാൻ പറ്റി, കാര്യങ്ങളൊക്കെ നടന്നു. ഇനിയിപ്പോൾ ഒട്ടും നോക്കണ്ട, 124 കിലോമീറ്റർ ഉള്ളൂ സിലിഗുരിക്ക്. വെച്ച് പിടിക്കുക തന്നെ. ഇന്നലെ
മേടിച്ച ബെൽറ്റിന്റെ ബാക്കിയോത്രയായി കാണുന്നല്ലടാ. അതായത് കമ്പനി ബെൽറ്റിന് 640 രൂപയും 640 രൂപ കണ്ടത്, ഇതിന് 200 രൂപ. ഇന്നലെ ബെൽറ്റ് മേടിച്ചിട്ട് സെൽഫ് ആയിട്ടുള്ള പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൊത്തം വൃത്തിയാക്കണം. വേറെ കാര്യമുണ്ട്, ബെൽറ്റ് ഊരിയിട്ട് നമ്മൾ ഇടാൻ പഠിച്ചല്ലോ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കാരണം മലയിൽ എവിടെയെങ്കിലും പോയിട്ട് കുടുങ്ങി കഴിഞ്ഞാൽ ബെൽറ്റ് മാറണ്ടേ. ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മളങ്ങനെ ഹൈവേ കയറാൻ വേണ്ടി പോവാണ്. 120 കിലോമീറ്ററാണ് നമ്മുടെ ഈ കംപ്രസറും അതും ഇതൊക്കെ മാറുന്ന സ്ഥലത്തോട്ട്. ആദ്യം അവിടെ നടക്കുമെന്ന് നോക്കണം, അല്ലെങ്കിൽ പാടുപെടും. പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം, അത് കഴിഞ്ഞിട്ട് നേരെ കമ്പനി കൊണ്ടുപോകണം. അതിൻ്റെ എന്നടാ രണ്ടാമത്തെ സാധനം എന്നടാ മിറ്റേ, എന്നിട്ട് അടിയിലെ പവർ സ്റ്റീരിംഗ് മോട്ടർ. അപ്പോൾ അതും കാര്യങ്ങളെല്ലാം കൂടെ നോക്കണം. മോട്ടറിന്റെ ഒരു വാഷർ ഉണ്ടായിരുന്നു, അതായത് മോട്ടർ പുറത്തോട്ട് തള്ളാൻ വേണ്ടി. നമ്മുടെ ഏതോ നല്ലൊരു മെക്കാനിക്ക് എടുത്ത് ഊരിക്കളി, അതായത് അത് നമ്മുടെ കാണുന്നില്ല. അതേപോലെ ഒരു ബോൾട്ട് ഉണ്ട് ഇങ്ങോട്ട് തള്ളിയിരിക്കുന്നത്, ഒരു ബോൾട്ടും കൂടി വരണം. പക്ഷെ AC ലോഡില്ലാത്തത് കൊണ്ട് വണ്ടി പറക്കുക. അതുകൊണ്ട് ഓവർ റേസ് എന്ന് പറഞ്ഞ സാധനമില്ല. ഈ കാണുന്ന ഐശ്വര്യ വന്നാണ് വണ്ടി ശരിയാക്കിയത് കേട്ടോ. ഇവിടെ വന്നാണ് പാർട്സ് ഒക്കെ മേടിച്ചത്. പക്ഷേ അവരോട് വന്ന് ചോദിച്ചും പറഞ്ഞു അവർക്കൊരു പിടുത്തമില്ലെന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് പാർട്സ് മേടിച്ച് പോയി. അതായത് ഈ ടൗണിലാണ് നമ്മൾ ഇന്നലെ വന്നത്. അതെ അതെ, ഇവിടെ നമ്മൾ ആദ്യം വന്ന് പാർട്സ് ചോദിച്ചത്. അതായത് ഈ കടയില് ഈ കടക്കാരൻ നമ്മളെ മടക്കി വിട്ടു. അതിന് ഇപ്പുറത്തെ കടക്കാരില്ലേ മടക്കി വിട്ടില്ല, നമ്മുടെ ബെൽറ്റ് കൊടുത്തു. നമ്മുടെ ബെൽറ്റ് വേറെ വേറെ കൊണ്ട് തന്നല്ലേ ഇവരെ. അതെ അതെ, ഇതുണ്ട്. ഇന്നലെ ഈ ടൗണിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം വെക്കാനൊക്കെ മേടിച്ചൊക്കെ ഈ ടൗണാണ്. ഇന്ന് രാവിലെ ആയപ്പോൾ എന്നെ തിരക്കാന്ന് നോക്കിയാടാ ലിബിയെ. ഇന്നലെ ഭയങ്കര തിരക്കല്ല. ഇന്നലെ എന്നാ തിരക്കില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എടോ ഇന്നത്തെ തിരക്ക് നോക്കിയാ. ഇന്നലെ മഴയല്ല, ഇന്നലെ നമ്മൾ വന്ന സ്ഥലമാണ് ഇന്നീ കാണുന്നത്. എനിക്ക് ചന്ത ടൈം ആണ് വന്നത്. എന്റെ പൊന്നെ, സൂചി എറിഞ്ഞു കഴിഞ്ഞാണല്ലോ താഴെ വീഴത്തില്ല. കാരണം മേളിൽ വല വിരിച്ചേക്കുക. ചേട്ടാ തിരക്ക് നോക്കിയ കേട്ടോ. ചന്തക്ക് പ്രാധാന്യം അത് കേരളം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഈ ചന്തക്ക് വാങ്ങാൻ പ്രാധാന്യം. മാർക്കറ്റ് അല്ലേ? മാർക്കറ്റ്. അത് സവാളക്ക് ഇന്നലെ 30 രൂപയായിരുന്നു, മിഞ്ഞാന്ന് അതിന്റെ അപ്പുറത്തെ ഷോപ്പിൽ 25 റൈഡർമാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെസ്റ്റ് ബംഗാൾ ഇഷ്ടം പോലെ ആൾക്കാർ. ഞാനേ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് തുടങ്ങിയത്. NH27 റോങ് വരുന്ന നോക്കിയേ. അവനെ കൊണ്ട് സാധിക്കുള്ളൂ. സ്കൂൾ വാൻ പിള്ളേരെ കൊണ്ട് ആ റോങ് പോകുന്ന ആലോചിക്കണം. പിള്ളേരെ കൊണ്ടാണ് റോങ് പോകുന്ന സമ്മതി. അത് വേറെ എന്തെങ്കിലും കുഴപ്പമില്ല, പിള്ളേരെ കൊണ്ട് പോകുമ്പോഴേ ഇതെല്ലാം ഡാർജിലിംഗിലേക്ക് പോകുന്നതാടാ. നമ്മുടെ നാട്ടിലെ മൂന്നാറിലേക്കും പിന്നെ കൊടൈക്കനാലിലേക്കൊക്കെ പോകില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാരും കൂടെ ഡാർജിലിംഗിന് പോകുന്നതായി കാണുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ ഇഷ്ടമാണ് റൈഡർമാരുണ്ട് കേട്ടോ. അത് എവിടെ ചെന്നാലും വെസ്റ്റ് ബംഗാൾ ഡ്രൈവർമാരല്ലേ ഇവനെ, റൈഡർമാർ. അതെ അതെ. വെസ്റ്റ് ബംഗാൾ എത്തിയെന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ റോഡ് ഉണ്ടാവില്ലല്ലേ ഇവരെ. ഇതുണ്ടോ നാന്ത്ര ഹൈവേ, ഒരു മെയിൻ്റെനൻസ് ഒന്നുമില്ല. അതായത് റോഡിൽ ഏതൊക്കെ മാപ്പുണ്ടോ അതെല്ലാം റോഡിൻ്റെ അകത്ത് കാണും. കുഴി നോക്കിയാൽ ഫുള്ള് കുഴിയാണ്. ഇത് നമ്മൾ കൊൽക്കത്തയുടെ ഏത് ഭാഗത്ത് പോലും കാണാൻ പറ്റിയ സംഭവമാണ്. ഇത് പ്രധാനപ്പെട്ട ഇവരുടെ NH ആട്ടോ. ഇവനാണ് ഇത്രയും കുഴി വരുന്നത്. NH27. അതാ വേറൊരു കാര്യം ഉണ്ടല്ലോ ഇവനെ, ഇവരുടെ ഏത് ഹൈവേ പോലും ആദ്യം സൂപ്പർ ആയിരിക്കും. കുറച്ചങ്ങോട്ട് വരുമ്പോൾ ഇതുപോലത്തെ കുഴിയും അതുപോലെ കട്ടറും കണ്ടമാനം വന്ന് ചാടും. എങ്ങനെ വെസ്റ്റ് ബംഗാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കണക്കാ. അതായത് സിലിഗുരി ചോദിച്ചല്ലേ ഇവിടെ സ്റ്റേറ്റില് ഡിസ്ട്രിക്റ്റ്. ഇതെന്താ ഇത്? ആ വണ്ടി സെൻട്രൽ ബോൾട്ട് പോയതവനെ കൈ നിൽക്കുന്നില്ല വണ്ടിയുടെ, അല്ല വെട്ടിക്കുന്നതായിരിക്കും. അവൻ എന്നിട്ട് എന്നെ പോക്കട പോകുന്നത് 100 കിലോമീറ്റർ സ്പീഡിലായിരിക്കും അവൻ ഏറ്റവും കുറഞ്ഞ പോകുന്നത്. അതിന്റെ മേളിലാണെങ്കിൽ ഒരു ലോറിക്ക് വരാനുള്ള സാധനം മൊത്തം ഉണ്ട് അല്ലേ? അതെ. ഇത് ഉറങ്ങി പോകുന്നതാണോ? ഈ കാണുന്ന ഒരു എല്ലാ വണ്ടികളും കയറുന്ന ബസ് സ്റ്റോപ്പ് ആട്ടോ. അത്യാവശ്യം എല്ലാ വണ്ടികളും കയറും. ഇസൂസിന്റെ ഒരു വണ്ടി നോക്കിയവനെ എന്ത് രസമാണ്. ഏതൊക്കെ ടൈപ്പ് വണ്ടികളാന്ന് നോക്കിയ ഒരു സ്റ്റാൻഡില്. ഗുഡ്സാണല്ലോ പ്രധാന. ആൾക്കാരും കൂടുതൽ ഗുഡ്സാ, ചരക്ക് ഗതാഗതമാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കയറി പോകുന്നത്. അതെ അതെ അതെ. ഈ ബംഗാള് പിന്നെ കമ്പനികൾ കൂടുതലാടാ. പോകുന്ന വഴി മൊത്തം നെൽപ്പാടങ്ങളല്ലടാ ലിബിനെ. നെൽപ്പാടം, അതേപോലെ തന്നെ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും മഴ ആയതുകൊണ്ട് അല്ലേ. ഇവിടെ അത്യാവശ്യം സിലിഗുരി ആയതുകൊണ്ട് നല്ല രീതിയിൽ മഴ പെയ്യാൻ സാധ്യത. ഈ റെയിൽവേ ഇല്ലേ ലിബിനെ? ഈ റെയിൽവേ 2 സ്ഥലത്തോട്ടാ വന്നത്. ഒന്നിപ്പോ ഐസ്വാളിലേക്ക്, പിന്നെ ഒന്ന് എന്റെ കണക്ക് ജില്ലയില് നാഗാലാൻഡിലെ ദിമാപൂര് വഴി അല്ലേ. ഇത്ര സ്ഥലത്തോട്ടാണ് ഈ ട്രെയിനിന്റെ ലിങ്ക്. പിന്നെ ഗുവാഹട്ടി. അത് നാഗാലാൻഡ് ഒരു ട്രെയിൻ ഉണ്ടല്ലേ ദിമാപൂര്. ഗുവാഹട്ടിക്ക് ഇവിടെ 550 കിലോമീറ്റർ ഉള്ളു. നോക്കി ഇതുണ്ടോ, സിലിഗുരി 97, ഗുവാഹട്ടി 550, സിൽച്ചർ 847. സിൽച്ചറൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം പോയ സ്ഥലമാണ്. സിൽച്ചർ നല്ല സ്ഥലമല്ലേ. പിന്നെ ഗായ്സ് ഒരുത്തം കയറിക്കിടന്ന് ഉറങ്ങിയത് നോക്കിയേ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഗായ്സ്, ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇല്ല ഗായ്സ് ഇങ്ങോട്ട് നോക്കിയേ, ക്യാമറ സത്യം ഇവൻ ഉറങ്ങിയിട്ടാ. ഇല്ല ഗായ്സ്, ക്യാമറയാണ് സത്യം.
ഞാൻ ഉറങ്ങിയിട്ടില്ല. എങ്ങനെ പറയാൻ തോന്നി ഇവനെ? അതായത് നമ്മൾ കേരളം വിട്ടിട്ട് അങ്ങനെ ആദ്യമായിട്ട് പൈനാപ്പിൾ മാർക്കറ്റ് സിലിഗുരി അടുത്ത് കാണും കേട്ടോ. ഇത് ഇവിടുത്തെ തന്നെ പൈനാപ്പിൾ വേണം, നമ്മുടെ നാട്ടിലത്തെ അല്ല. എന്തോരം പൈനാപ്പിളാണ് വന്ന് കിടക്കണേന്ന് നോക്കിയേ. നോക്കിയതേ നോക്കിയേ, നല്ല സൂപ്പർ, നല്ല വെണ്ണാരക്കല്ല് പോലത്തെ നല്ല ചൊകചൊകാന്നിരിക്കുന്ന പൈനാപ്പിൾ. പൈസ പിന്നെ ഇവിടെ KG അല്ല പൈസ, ഒരെണ്ണം തൂക്കിയാണ് പൈസ. ഓ അങ്ങനെയല്ലേ? നോവല് മാർക്കറ്റ് നോക്കിയ കിലോമീറ്റർ നീളത്തിൽ കിടക്കുക കേട്ടോ. കിലോമീറ്റർ നോക്കിയേ. ഇതങ്ങോട്ട് എക്സ്പോർട്ടിങ് പരിപാടിയാ. എനിക്ക് തോന്നുന്നത് എന്നാന്ന് ചോദിച്ചോണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട കൊൽക്കത്ത ഭാഗത്തോട്ടൊക്കെ ആക്കി ഇത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കയറി പോകുന്നത് മാർക്കറ്റ് അല്ലേ ഇത്? അതെ 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 അതെ. ഇത് ഇവിടെ വെറുതെ കിട്ടാക്കുന്ന വഴിയില് എവിടെ വേണ്ടാതെ ഞാൻ തോന്നുന്നതാ. അത് ചീഞ്ഞു പോയത് അവനെ. വമ്പം കട്ടർ കേട്ടോ. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഇവര് ഒന്നാം സ്ഥാനമാണ്. 5 വർഷം മുമ്പേ വരുമ്പോ മുതല് ഇങ്ങനെ കേട്ടോ അവസ്ഥ അല്ലേടാ ലിബിനെ? അതെ ഇവനെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അത്രയും പൊങ്ങി എന്നിട്ട് നോക്കി ഓരോ കട്ടർ കാണുമ്പോൾ താഴോട്ട് എത്തുന്നത്. അമ്മേ അത്ര ഡെപ്ത് ഉണ്ട് കേട്ടോ ഈ കുഴിക്കല്ല. വള്ളം കിടന്ന് ആടുന്ന പോലെ വള്ളം. ഇതിലും ഭേദം നമുക്ക് കാറ്റിന് കടലിൽ പോകുന്നതായിരുന്നു കേട്ടോ. അല്ലേ? ഇതിലും നന്നായിട്ട് നിൽക്കാൻ പറ്റായിരുന്നു. ഇത് വെസ്റ്റ് ബംഗാളിന്റെ മറ്റൊരു മുഖം. ഇത് കൂടാതെ വേറെ പല മുഖങ്ങളും. വെസ്റ്റ് ബംഗാൾ പറഞ്ഞാൽ കുറേ അധികം മുഖങ്ങളുണ്ട്. നമ്മൾ കൊൽക്കത്ത ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര മുഖങ്ങളുണ്ട്. അതായത് പാവപ്പെട്ടവരുണ്ട്, പൈസക്കാരുണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, റോഡുണ്ട്, റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. സിലിഗുരി ടൗണിലേക്ക് കയറാനുള്ള വളവാട്ടോ. ഇത് ചെക്ക് പോസ്റ്റ് പൈസ പിരിവാ. അത് അങ്ങോട്ട് നോക്കിയേ, നല്ല പിരിവാ. അമ്മേ ഒരു 100 രൂപ തരേണ്ടി വരുവേ. ടോളുണ്ട്. കണ്ടോ, വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും കൂടുതൽ SML ആയിരിക്കും. ഇവിടെ ഐഷർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ഇവിടെ പോലീസുകാർക്കും വണ്ടി കൊടുക്കുന്നുണ്ട് SML. നമ്മുടെ ആർമി വെഹിക്കിൾ ഇല്ലേ, അതേപോലത്തെ വെഹിക്കിള്. അമ്മേ ഒരു 100 രൂപ തരേണ്ടി വരുവേ. അവിടെ മറ്റേ ടോളുണ്ട്. നമ്മളങ്ങനെ ടോൾ ബൂത്ത് എത്തിയിരിക്കുകയാണ്. വേണ്ട, കിतना पैसा है कितना? 200 क्या के लिए? LMB प्राइवेट व्हीकल गाड़ी है, नहीं दिएगा? तो 200 NH का नहीं है ना इतना. एक गाड़ी का कितना है? अरे चोर बोला नहीं है ना. അത് നീ എടുത്ത് പോകുന്നേ. ഗായ്സ് ഫൈനലി ഞാൻ പൈസ കൊടുത്തില്ല കേട്ടോ. എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇട്ട് നിൽക്കുന്ന നമുക്ക് ഇങ്ങോട്ടല്ലേ നോ എൻട്രി. ഹെവി വെഹിക്കിൾസാ. നമ്മുടെ LMB അല്ലേ, സിലിഗുരി അല്ലേ, നേരെ പോവാം ഗൈസ്. അതായതുണ്ടല്ലോ നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ എന്ന് വെച്ചാൽ ലോറിക്ക് മാത്രം കൊടുത്താൽ മതി, പ്രൈവറ്റ് വണ്ടികൾക്ക് കൊടുക്കണ്ട. അതെ, ലോറി മാത്രമേ ഉള്ളൂ. 200 രൂപ തരണമെന്ന് ഈ വണ്ടിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. പകല് മറ്റേ ഇത് കയറ്റാൻ പാടില്ല, ലോറി കയറ്റാൻ പാടില്ല, ഹെവി വെഹിക്കിൾസ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഫുള്ള് വെള്ളമിട്ട അമ്മാവന്മാരായിരിക്കും കൂടുതലും. എൻ്റെ പൊന്നു ഗൈസ്, സിലിഗുരി ടൗണിൻ്റെ തിരക്ക് നോക്കിയാൽ നിങ്ങൾ. എന്താ തിരക്ക് അവന്? അസഹനീയമായ തിരക്ക് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്തെ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ യാത്ര ചെയ്തു ഇപ്പോഴായിട്ട് ആനയാണ്ട് വിധക്കണ്ടോ. അവൻ ആ ഇടയിൽ കൂടെ കയറി പോകുന്നു. അവൻ അപ്പോഴൊരു സുഖം കിട്ടത്തുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ ട്രാഫിക് ആരും പാലിക്കൂല. എങ്ങനെയൊക്കെ ആർക്കും പെട്ടെന്ന് എത്താം അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്ന ഒരു AC ഷോപ്പിലോട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനം ശരിയാക്കാൻ പറ്റുമോ നമുക്ക് നോക്കണല്ലോ അവനെ. പിന്നെ ഇതേ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ഇതാ ഭൂട്ടാന് റെഡ് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ്. ഗൈസ് ഫൈനലി ഇത് കണ്ടോ, കുറേ നേരം 15 കിലോമീറ്ററോളം അന്വേഷിച്ച് നമ്മൾ ഫൈനലി ഒരു കട കണ്ടുപിടിച്ചു. നമ്മുടെ വണ്ടിയുടെ AC ശരിയാക്കാൻ വേണ്ടി എല്ലാം കാണിച്ചു കൊടുക്കണം. ഗ്യാസ് മാർട്ടിൻ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, മാർട്ടിൻ പാർക്കിംഗ്. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ AC പണിയുന്ന
വളരെ കുറച്ച് ആളുകൾ, കാരണം ഇത് തണുപ്പേറിയ സ്ഥലമാണ് സിലിഗുരി അങ്ങ് ഡാർജിലിംഗ് ഒക്കെ. അപ്പോൾ ഈ കാണുന്ന മുക്കിലും മൂലയിൽ നമ്മുടെ വണ്ടി ഉണ്ടെന്ന്. അപ്പോൾ ഓരോന്നോരോന്നിട്ട് കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ അവനെ കാണിച്ചു കൊടുക്കുക ഏത് സാധനം, അല്ല വേറെ സാധനം വലിച്ചു വിട്ടിട്ട് കംപ്ലൈൻറ്റ് ആണെന്ന് പറയും. ആയിരിക്കൂല. പറ്റുമല്ലേ? ഇത് അങ്ങോട്ട് അയച്ചത് മാറ്റത്തിന് വഴിയുണ്ടാ? ക്ലച്ച് അസംബ്ലിയാ? ഇവിടെയാണ് വേറെ AC കടയും ഇല്ല. ഗൈസ് ഇത് കണ്ടോ, ഇത് ബസ്സുകളും ട്രക്കുകളും പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് പ്ലേസ് ആട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയുണ്ട്. ഇതുണ്ട്, ഇതൊരു ടോള് പോലെ ഇവിടെ. ഇപ്പോൾ ഈ ടോളിൽ പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് എടുക്കൂടെ? അവിടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ മെഷീൻ അതാ വെച്ചാക്കുന്നു. നമ്മുടെ അടിച്ചു കാണുമല്ലോ. നമ്മുടെ കാശ് പോടാ പോയി. സബ് കുച്ച് മില്ലേക്കാനാ? ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പോയേക്കാം. അതിന് സംഭവം അറിയോ, ഇവിടെ തണുപ്പുള്ള സ്ഥലമല്ലേ, തണുപ്പുള്ള സ്ഥലത്തിന് അത് AC ആവശ്യമില്ല. ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചത്, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. സൂരജ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, ഇത് ബോഡി ബിൽഡേഴ്സ് ആണ്. പ്രകാശ് വോൾവോട് അതേ കോപ്പി അടിച്ചിറക്കിയേക്കുന്നുണ്ടോ ലൈലാൻഡിൽ? നോക്കി അങ്ങോട്ട് നോക്കിയേ, സെയിം സാധനം. ഇതൊരു വലിയ പാർക്കിംഗ് ആണ്, വലിയ പാർക്കിംഗ് വെച്ചാൽ വലിയ പാർക്കിങ്ങാണ്. പിന്നെ അടുത്ത കാണിച്ചത് സൂരജ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത വണ്ടി എല്ലാം സ്ലീപ്പറാട്ടോ. ചെറിയ വണ്ടിയാട്ടോടാ, ചെറിയ വണ്ടിയാണ്, പക്ഷെ കാണാൻ രസമുണ്ട്. ഇത് മറ്റേ ഫ്രണ്ട് വ്യത്യാസമുണ്ട് ഉണ്ടല്ലേ? ഫ്രണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. എനിക്ക് അതും സ്ലീപ്പറാന്ന് തോന്നുന്നു. കൊള്ളാം. ബാ, അത് കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞാണ്. നമ്മൾ ആരും രാവിലെ ഭക്ഷണം കഴിച്ചില്ല, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറ്റും. അവരെ ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ അല്ലേ എല്ലാവരും ഭക്ഷണത്തിന് നമ്മൾ വിട്ടെ. ഗൈസ് ഫൈനലി ഇതാണ് നമ്മുടെ കടയിലേക്ക് എങ്ങനെ പോവാം? ഇങ്ങനെ പോവാം. ശ്രദ്ധിക്കണം ലിവിനെ, ഫുൾ ചാണകം കേട്ടോ, അവനെ സൂക്ഷിക്കണം. എന്നാ കഴിക്കാൻ കിട്ടിയ? ചോറ് കിട്ടിയോ? ആണോ? ചോറ് ഓംലേറ്റും ചിക്കനും. കൊള്ളാം. ഇതാട്ടോ ഇവിടുത്തെ ലോക്കൽ ഭക്ഷണം. നോക്കിയേ അച്ഛാ, ഇവിടുത്തെ എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. എല്ലാ വഴിക്ക് പോകും കേട്ടോ. നമുക്ക് കഴിച്ചാലോ? നമുക്ക് കഴിക്കാം. 3 പേര് വിഷപ്പ് കിട്ടി, അത് ശരിയാവൂല. ഇവിടെ അവരില്ല, കംപ്രസർ മാറണമെന്ന് പറഞ്ഞു. കംപ്രസർ കിട്ടാനില്ല. ഐസ് ഞങ്ങളെ അടുത്ത കടയിൽ പോകട്ടോ. ആദ്യത്തെ കടയിൽ ശരിയായില്ല. നമ്മൾ പണ്ട് പോകുമ്പോൾ ഇവിടെ ഡെക്കാത്തലോൺ ഇല്ല. നോക്കിക്കടാ, ഡെക്കാത്തലോൺ വന്നു മാർക്കറ്റിന്റെ മുന്നിൽ തന്നെ. ഇപ്പൊ ഡെക്കാത്തലോൺ സംഭവങ്ങളൊക്കെ ഉണ്ട്, KFC ഉണ്ട്, എല്ലാ സാധനം ഉണ്ട്. അതൊരു വലിയ മാളാടാ. മാളിന്റെ ഉള്ളിലാണ് സിറ്റി സെന്റർ അല്ലേ? സിറ്റി സെന്ററിന്റെ തൊട്ട് സൈഡില. ശരിയാ, വലിയ മാളൊന്നും അല്ല, ഒരു ചെറിയൊരു മാള്. വണ്ടി നീങ്ങുന്നില്ലെന്നേ. എന്നാ ബ്ലോക്കാടാ? തന്നെ ബ്ലോക്ക് കാരണം എന്നറിയാം, ഇതിലെ വരുന്ന വണ്ടി അതിലെ പോയിട്ട് കുത്തി കയറ്റി കഴിയുമ്പോൾ ഇതിലെ പോകുന്ന വണ്ടിക്ക് സ്ഥലമില്ലാതെ വരും. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി കെട്ടുന്നുണ്ടോ പാസ്സായി വരുന്നത്. ഡാർജിലിംഗിൽ പോകുന്ന ബ്ലോക്ക് നോക്കിയേ, എന്നാ ബ്ലോക്ക് അവന്. എന്റെ പൊന്നെ, रास्ता में पूरा स्कूल बस है, किधर में टूर करेगा बच्चे लोग वो नीचे जाएगा. എന്നാ ബ്ലോക്കാ? कितने തിരിച്ചു വരുന്ന ചിന്തിക്കണോ? ഇവിടെ എവിടെ വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചോട്ടോ. തിരിച്ചു വരാൻ പറ്റൂല. നോക്കടാ അമിത കഴിഞ്ഞോ? പയ്യെ പോയാ ഇത് എത്ര മണിക്കൂർ ബ്ലോക്ക് ആയിരിക്കും? എനിക്കൊന്ന് പിള്ളേരെയും കൊണ്ട് ടൂറൊക്കെ പോയിട്ട് അയച്ചു തന്നോ? വേറെ അയച്ചു തന്നോ? വെള്ളം വേണോ ഇപ്പ? അല്ല വണ്ടി നോക്കിയിട്ട് ചെയ്യുന്നതല്ല ഇപ്പം മേടിക്കുന്നോ? ഫൈനലി നമ്മൾ കട കണ്ടുപിടിച്ചു. ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന സുനിൽ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക് AC, ഇവിടെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എന്തിനു വേണം പോകാൻ. കൈസ് പറയുന്നില്ല കേട്ടോ, കൊച്ചിനൊരു ഇരിക്കാനും പറ്റില്ല. ബാക്കി എല്ലാവർക്കും എല്ലാം അഫോർഡബിൾ ആണ്, അതായത് എല്ലാവർക്കും താങ്ങാൻ സഹിക്കാനും പറ്റും. പക്ഷേ കൊച്ചിനെ കൊണ്ട് പറ്റുന്നത് ഇന്നലെ അതിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ചെയ്യാതെ പോലും വലിയ റിസ്ക്കാണ്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുള്ള നമുക്ക് AC വേണമെന്നില്ല, കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ടാണ്. അതെ അതെ അതെ, നമുക്ക് വേണം. അപ്പനെയും കൊച്ചിനെയും ഒക്കെ ഓർക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം. അപ്പം ഇന്നലെ പ്രതിഷേധമായിരുന്നു. അതിനപ്പുറം നമ്മി പോയാ പല സ്ഥലത്ത് മാറി മാറി കിടന്നു. ഇന്നലെ കൊച്ചു നിന്നെ ചവിട്ടിട്ട് ഓടിയില്ലേ? ഞാൻ എടുത്ത് ചവിട്ടി പുറത്താക്കി. ചൂടാണ് കൊച്ചു പിള്ളേർക്കൊന്നും ഈ വണ്ടിയുടെ ചൂടല്ല പ്രശ്നം, ഒരു ആവിക്കലുണ്ട് വണ്ടീൻ്റെ. അത് ചില ഇവർക്കൊന്നും ആവില്ല. इतना गाड़ी आज इतना गाड़ी क्या है? नहीं है वो स्कूल का गाड़ी ज़्यादा क्या है? अभी स्कूल का टाइम हो गया ना। हाँ, इधर बड़ा स्कूल है. कौन सा स्कूल है? 30-40 बस चलेगा। अच्छा, उसी कारण से पूरा बस अभी दार्जिलिंग का ज़्यादा बिजी है आज. नहीं, जो स्कूल का टाइम होता है ना, अच्छा, टाइम लगता है। ठीक है. रोड ठीक है ना, बंद नहीं है ना? बंद है. सिक्किम का रोड ठीक है ना? सिक्किम का रोड तो कोई पता नहीं सकता है कभी। अभी बंद नहीं है ना? अभी बंद नहीं है, कभी जाते जाते कुछ भी हो सकता है, ऊपर से गिर भी सकता है। अच्छा 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 अच्छा, और सिक्किम जाने का तो दूसरा रास्ता कोई ऑप्शन नहीं है। ठीक है ठीक है. ഇതാണ് കേട്ടോ സുനിൽ സാർ. ഇതാണ് സുനിൽ സാർ, അതാണ് പുള്ളിക്കാരൻ കേട്ടോ. ഇപ്പം വരും.
ए जंक्शन और राउंड जंक्शन है ना, उधर का है ना? हेरिटेज बोलिएगा, हेरिटेज का वहाँ पे मिलेगा। अच्छा, कौन सा इधर अच्छा कौन सा मिलेगा इधर? सॉलिड मिलेगा आपको हेरिटेज। एक नंबर 1 उधर मिलेगा। 6 बजे का बाद जाइएगा वहाँ। कितने बजे? 6 बजे का 6 മണി के बाद कितना बजे क्लोजिंग? 9, 10। 10-12 മണിയാവും. കൊച്ചിന് ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി ചൂടാട്ടോ ഇവിടെ. അത് കാരണം പിന്നെ ജനറേറ്റർ എടുത്തിട്ട് നമുക്ക് ഫാൻ ഓണാക്കി കൊടുക്കാം അല്ലേ? ഇത് വീണ്ടും മാറ്റേണ്ടി വരും അല്ലേ? ഒറ്റയടിക്ക് കിട്ടുമോ? നോക്കട്ടെ നോക്കട്ടെ, ഇതിനകത്ത് എണ്ണ ഉണ്ടോ സംശയം? എണ്ണയില്ല ഇതിനകത്ത്, എണ്ണയില്ലാതെ വണ്ടി ഇതായി പോയതല്ലേ? ഇല്ല കൊച്ചി ആരോ നോക്കിയാ ഭാഗ്യം പറക്കായി. ആ ഗൈസ്, ഞാൻ പറയാൻ വന്ന കാര്യമല്ല, അവിടെ ഒരു SBIയുടെ സിഗ്നൽ ഉണ്ടായിരുന്നു റൗണ്ടിലുള്ള ഐസ്ക്രീം പോലത്തെ. അത് ഞങ്ങൾ നോക്കാൻ നേരത്തെ അത്ര രാശി പ്രശ്നം തോന്നി, ഞങ്ങൾ ചെരിച്ചു വെച്ചു. കുഴപ്പമുണ്ടോ? അതെ, ഇപ്പൊ തെക്ക് വടക്ക് സർവീസ് കറക്റ്റാട്ടോ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഞങ്ങൾ ജനിച്ചു വെച്ചല്ലേ, വേറെ ആരാ ജനിച്ചു വെച്ചത്? ഇത് പുതിയ സ്കൈലൈൻ്റെ ബസ് കണ്ടോ? ഞങ്ങൾക്ക് ഇത് കൂട്ട് ഒരെണ്ണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എണ്ണ തീർന്നു. നമ്മൾ വരാനുള്ള കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പോയെടുത്ത് പുള്ളി ഊരത്തൊന്നുമില്ല, പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് മാറ്റാനേ പറയുന്നു. ഒറ്റ പറിക്കല് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഇവിടുന്ന് ഒരു തുടുപ്പ് വന്നു. അതെ, കരഞ്ഞു പോയി ഞാൻ. അതെ, പോക്കറ്റ് ഞങ്ങൾ തുറന്നു നോക്കി, ഞെട്ടി. അപ്പം ഞങ്ങളുണ്ടല്ലോ എന്ത് ചെയ്തു, അതായത് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഇവിടെ റിപ്പയർ ചെയ്യുമല്ല, ഇവിടുന്ന് റിപ്പയർ ചെയ്ത് പുത്തൻ ഡൈനാമോ നിങ്ങൾ ആലോചിക്കണം, 14,000 രൂപ 16,000 രൂപ വില. അത് നമ്മൾ 16,000 രൂപ വില. അതിപ്പം വെച്ചിട്ട് എത്രയായി? ഒരു 1.5 മാസം ആയിക്കണം. ആ സാധനം നമ്മൾ അതിന് പകരം വേറെ മേടിച്ച് വെച്ചാൽ ഭയങ്കര നഷ്ടമായി. ഇപ്പോൾ റിപ്പയർ ചെയ്തെടുക്കുന്നത് ഓൾറെഡി 3 ഡൈനാമോയാണ് വില. പിന്നെ ഇത് കംപ്രസറാണ് വീട്ടിലിരിക്കുന്നത്. മറ്റേ ഇതിൻ്റെ തൊട്ട് താഴെ ഉള്ളതുകൊണ്ട് അതിൻ്റെ താഴെയുള്ള ട്രാവലറിൻ്റെ ഉണ്ട്, ഇതിൻ്റെ നേരത്തെ ഉള്ളതുണ്ട്. പിന്നെ ഇത് 3 ആയില്ലേ? 3 ആയില്ലേ? അതെ, ഇതാ നിനക്ക് വെള്ളം സമ്മാനം തരുന്നു, പിടിച്ചോ. മതിയോ? नहीं रिपेयर नहीं होगा इसके। हाँ, ये सीज हो गया तो अंदर में पिस्टन होता है, हाँ, पिस्टन सीज हो गया। मेरा केरला वाला मैकेनिक बोलेगा ये खुलो, इसमें क्लच रिपेयरिंग है बोलेगा। नहीं क्लच का प्रॉब्लम नहीं है, हाँ, क्लच का प्रॉब्लम नहीं है। हाँ, ये अंदर में क्लच होता है तो हाँ, क्लच का प्रॉब्लम नहीं है, हाँ, इसका अंदर में प्रॉब्लम, इसका बॉडी का अंदर क्या प्रॉब्लम है? पिस्टन, വിളിച്ച് जो एक बार पिस्टन होता है ना ऐसे ही, വിളിച്ച് ऐसे ये नया वाला अभी मिलेगा, है। नया वाला मिलेगा। हाँ मिलेगा। कितना पैसा है ये 17,000 रुपया, इंग्लिश में? मेरे को इतना 17,000 भैया केरला में नया वाला तेल 1 मंथ ओनली नया है। 1 मंथ ओनली है। तो टोटल रिपेयर करो, चेक करो। गैस है, गैस है, पूरा गैस है। ये पूरा लॉक करेगा क्या? हैं भैया, गैस पूरा लॉक करेगा? लॉक करेगा, खुलाओ, प्रॉब्लम नहीं। 6,000 രൂപ വരും ഗ്യാസ് അടിക്കണല്ലേ? नया है साहब, 1 मंथ ओनली। ओनली 1 महीना है, 1 महीना नहीं है, 20 डेज। হাতে কাপড় নিয়ে তো ভালো করে এটা ये गैस हेल्प कर भैया। অয়েল পরিষ্কার আছে কিনা দেখেন। ये गैस दूसरा वाला में डालेगा? नहीं वो सिस्टम नहीं है। नहीं है ना? ये लॉक करने के लिए नहीं है गैस वो? छोड़ देना पड़ेगा। अच्छा, हवा यार चला जाएगा, गैस चलेगा। फिर न्यू भैया ये प्लीज देखेगा काम करने के लिए, नया है। चेक करेगा, नया वाला है वो 20 डेज है। हेल्प करो भैया, वो बच्चा है अंदर। 20 डेज का। हाँ 20 डेज नया है। ये देखो, नया है। ये नया वाला है, ये नया वाला है। 20 डे हो गया ओनली। 20 डेज हो गया। हाँ। तो न्यू नहीं दिया तो सेकंड हैंड दिया। नहीं है, न्यू है। ना सेकंड हैंड दिया। नहीं भैया, नया वाला है, नया है पक्का सच में वाला है। बोलेगा। സുനിൽ മേസ്ത്രി. അപ്പം മേസ്ത്രി നമ്മുടെ എന്തിൻ്റെ എന്നെ വീട്ടിൽ സംഭവിച്ചാൽ പിന്നെ ബയറിങ് പോയി. ബയറിങ് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അലോയ്ൻമെന്റ് കറക്റ്റ് അല്ല വണ്ടിയുടെ. പുള്ളി പറഞ്ഞു. അതായത് വണ്ടിയിലോട്ടൊന്ന് ബെൽറ്റ് ഇല്ലേ, അതിങ്ങനെ കൂടി അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല അലോയ്ൻമെന്റ് എങ്ങനെ റെഡിയാക്കി തരാം. അലോയ്ൻമെന്റ് റെഡി അല്ലാതെ എങ്ങനെ പോയാലും പണി കിട്ടും. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗ്യാരേജിൽ. ഇവിടെ ഒരു ചേച്ചി ചായയും കൂടെ വന്നു രാത്രിയായപ്പോൾ. അപ്പോൾ ഞങ്ങളൊരു കട്ടൻ ചായ മേടിച്ചു. നീ സംഭവം കാണിച്ചു തരാം. നമ്മുടെ കത്തിപ്പോയ സാധനങ്ങൾ ഏകദേശം എല്ലാം മാറ്റി. ഇതാണ് കത്തിപ്പോയത്, ഇത് കണ്ടോ,
ഇതാണ് കത്തിപ്പോയത്. അപ്പോൾ ഇതെല്ലാം മാറ്റി പുതിയത് പുള്ളി ഇട്ട് തന്നു. എന്തോ ദൈവാനത്തിൽ മാറ്റി തന്നു. സത്യം പറഞ്ഞാൽ പുള്ളി പുതിയതെന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷേ അത് നമ്മളിത് കണ്ടിട്ട് അവർ പഴയതിനെ റെഡിയാക്കി തന്നെ. ഇപ്പോൾ ഗ്യാസ് മൊത്തം കയറണം, ഗ്യാസ് മൊത്തം ഇറക്കി വിട്ടു. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. രാവിലെ 10:30-11:30 ഒക്കെ ആയപ്പം കൊണ്ടുവന്നതാണ്. നമ്മുടെ സാധനങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ ബ്ലോക്ക് അതേപോലെ തന്നെ നിൽക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമിലേക്കുള്ള വഴി അടഞ്ഞതിനാൽ എല്ലാ വണ്ടി ഇതിലാണ് വരുന്നത്. സിക്കിമും ഡാർജിലിംഗ് റൂട്ടിലുള്ള എല്ലാ വാഹനങ്ങളും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ രാവിലെ തുടങ്ങിയതാണ് ഈ ബ്ലോക്ക്. ഇതുവരെ ഇത് മാറിയിട്ടില്ല. എന്തായാലും ഈ കാണുന്ന കടയിൽ നിന്നും സുനിൽ ചേട്ടൻ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിക്കുള്ളിൽ ഇത് കംപ്രസർ വീണ്ടും റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് അത് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി നമുക്ക് ചെയ്തു തീർക്കാൻ. മനസ്സിലായോ? മനസ്സിലായി.